ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാണ്. കഴിഞ്ഞ ദിവസം എന്നെ നമ്മുടെ സെൻചാൻ വിളിച്ചിരുന്നു. സെൻചാന് ഒന്നുമില്ല, നമ്മുടെ ഈ പ്രോഡിഗൽ സണ്ണിനെക്കുറിച്ച് ഇങ്ങനെയൊരു വേർഷൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം, അപ്രീസിയേഷൻ പറയാൻ വേണ്ടി വിളിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പലപ്പോഴും പല വിശ്വാസികളും അല്ലെങ്കിൽ സോ കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് പലതിൻ്റെ അടിമകളാണ്. ഒന്നിൽ ഭയത്തിൻ്റെ അടിമ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമ. ഇതിൻ്റെ എല്ലാ റീസൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ റീസണേ ഉള്ളൂ, ആ റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരും. റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ശരിക്കുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കർത്താവിനെക്കുറിച്ച് കിട്ടിയിരിക്കുന്ന ഒരു പിക്ചർ അങ്ങനെയായിരിക്കും. ചെറുപ്പം പോലെ അല്ലെങ്കിൽ വലുതായിട്ടോ കർത്താവിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പിക്ചർ ഇത് തന്നെയായിരുന്നു യഹൂദന്മാരുടെയും പ്രശ്നം. അവർക്ക് ആ ന്യായപ്രമാണത്തിൽ കൂടെ അല്ലെങ്കിൽ നിയമത്തിൽ കൂടെ കിട്ടിയ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പിക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയാണ്. ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ മേടിക്കും, അല്ലെങ്കിൽ മരണം ഉറപ്പാണ്. അങ്ങനെയുള്ള നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത സ്വഭാവമുള്ള ഒരു ശക്തി ഇതായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിൽ കൂടുതൽ പേരുടെ കോൺസെപ്റ്റ്. എല്ലാവരുടെയും അല്ല കേട്ടോ. മോശ, അബ്രഹാം അവരൊക്കെ ദൈവമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ന്യായശാസ്ത്രികളും പരീക്ഷന്മാരും അവർക്കെല്ലാം കിട്ടിയിരുന്ന ഒരു ബോധ്യം. കാരണം അവരുടെ ഉള്ളിൽ ആ നിയമം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ആ മൂത്ത പുത്രൻ്റെ, അതായത് ധൂർത്തപുത്രൻ്റെ കഥ വായിക്കുമ്പോൾ അവിടെയുള്ള മൂത്ത പുത്രൻ്റെ ആ ഒരു മനോഭാവം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരടിമ മനോഭാവത്തോടെ എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമില്ല. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പം വചനം വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും, കർത്താവ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം. അപ്പം നമ്മൾ സ്നേഹത്തിലല്ലാതെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഡെഡ് വർക്കാണ്, നിർജീവ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കർത്താവിൻ്റെ സ്നേഹമൊന്നുമില്ല, പക്ഷെ നമ്മളെല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, അല്ല ആരാധന സംബന്ധിക്കുന്നു, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പൈസ ദശാംശങ്ങൾ മാറ്റി കൊടുക്കുന്നു, നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തൊരു മാറ്റമില്ല. അകത്ത് മാറ്റമില്ലാത്തതിൻ്റെ കാര്യമില്ല. അകത്ത് നമ്മൾ കർത്താവുമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പിൽ വന്നിട്ടില്ല. മൂത്തപുത്രൻ പിതാവിൻ്റെ കൂടെ വസിക്കുക, ഇളയപുത്രൻ സ്വത്തും മേടിച്ച് പോയി അടിച്ചു പൊളിച്ച് കളഞ്ഞു. മൂത്തപുത്രൻ പിതാവിനെ അനുസരണക്കേട് കാണിച്ചിട്ടേ ഇല്ല. പക്ഷേ ഒരു ഡെഡ് വർക്കല്ലേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പിതാവിന് എന്തെങ്കിലും സന്തോഷമുണ്ട്, പിതാവിനറിയാം ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പിതാവ് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് പിതാവ്, എടാ എൻ്റേതെല്ലാം നിൻ്റേതല്ലായിരുന്നു, നീ എന്തിനാ ഇത്ര ഒരു ഫോർമാലിറ്റി കാണിച്ചത്? നീ രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്നുകൊണ്ട് പാടത്ത് കിടന്ന് അധ്വാനിക്കുക. പക്ഷെ നിനക്ക് എപ്പോഴെങ്കിലും എന്നോടൊരു സ്നേഹം, ഞാൻ പിതാവാണ്, നീ എൻ്റെ മകനാണ് എന്നുള്ള ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ള സ്നേഹം നിനക്ക് എന്നോട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ ഞാൻ ചലഞ്ച് ചെയ്യും. എന്നെ കേൾക്കുന്ന എല്ലാവരെയും അല്ല, എന്നാൽ ചിലർക്കെങ്കിലും ഒരു ഇപ്പോഴും കർത്താവുമായിട്ട് ഉള്ളൊരു നല്ല ബന്ധത്തിലോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക, ഞാൻ ഈ ചെയ്യുന്നതും ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതും ഞാൻ എന്തെങ്കിലും കർത്താവിനോട് ചെയ്യുന്നതും കർത്താവിനുള്ള സ്നേഹത്തിലാണോ ചെയ്യുന്നത്, അതോ എനിക്ക് ശിക്ഷ കിട്ടും, ഞാനിത് ചെയ്തില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ വരും, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ മേൽ വരും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കും, അല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതത്തെ അത് ബാധിക്കും, നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ള ഭയത്തിൽ ചെയ്യുന്നതിൽ ഓർത്തോണം. നമ്മൾ കർത്താവുമായിട്ടുള്ള റൈറ്റ് റിലേഷൻഷിപ്പിലായി നമ്മൾ ചെയ്യുന്നതൊക്കെ ഡെഡ് വർക്കാണ്. നമ്മൾ ഈ ബോംബെയിലൊക്കെ കേട്ടിട്ടുണ്ട്, പണ്ട് കേട്ടിട്ടില്ലേ, ഹഫ്ത വിരിക്കും. ഗുണ്ടകളെ വന്നിട്ട് ഓരോ ലോക്കൽ ഏരിയയിലും ഓരോ ഗുണ്ടകൾ കാണും. അവർ ഹഫ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ പിരിക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ബിസിനസ് സേഫായിട്ട് നടത്താൻ വേണ്ടുന്ന സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്കൊരു എമൗണ്ട് ഉണ്ട്, അത് എല്ലാ ആഴ്ചയിലോ മാസത്തിലോ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ഇവർ കട അടിച്ചു കൊടുക്കും. ഈ ഹഫ്ത കൊടുക്കുന്നവർ എന്തെങ്കിലും സന്തോഷത്തിലാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു കടക്കാരൻ ഈ ഗുണ്ടയ്ക്ക് ഹഫ്ത
ഓ നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എന്നാ ചെയ്തതന്നെ, ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞു കൊടുക്കുമോ? പിന്നെ ഭയത്തിൽ എന്തിനാണെന്നറിയോ, ഇവരുടെ ഫേവർ ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവർ കടകടിച്ച് പൊളിക്കും, അല്ലെങ്കിൽ വേറെ ആരെ കൂടുതൽ പൊളിപ്പിക്കും. ഈ മനോഭാവത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഇപ്പോൾ ഒത്തിരി പേര് ദശാംശം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു ബോധ്യം, അതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇപ്പോൾ കൂടുതൽ കൊടുക്കണമെന്ന്. ഈ കൊടുക്കുമ്പോൾ പല ആൾക്കാർക്കും ഒന്ന് വെച്ചാൽ രണ്ട്, ഇതാണൊന്ന്, അല്ലെങ്കിൽ ഇനി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ വരുമാന സ്രോതസ് നിന്ന് പോവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റുമോ, ആശുപത്രി കൊടുക്കേണ്ടി വരുമോ? അതാണ് പലരുടെയും പേടി. നിങ്ങൾ കർത്താവിന് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി കൊടുക്കേണ്ടി വരും. പല ടീച്ചിങ്സായി ഞാനും അങ്ങനെ ഒത്തിരി പേടിച്ചിട്ടുണ്ട്. ഒന്നുമില്ല കേട്ടോ, കർത്താവ് അങ്ങനത്തെ ഒരു ഗുണ്ടാപ്പിന് നടത്തുന്ന ഒരാളല്ല. അല്ലെങ്കിൽ കർത്താവ് ഓരോ മാസം കണക്കെടുത്ത് നോക്കത്തില്ല, ഇവൻ്റെ ഇങ്ങനെ വന്നില്ലല്ലോ, പിന്നെ എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ട് കർത്താവിന് ജീവിക്കാൻ. ഇതൊക്കെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. കർത്താവ് നമ്മളായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളറിയാം, ബന്ധം കർത്താവ് അനുഗ്രഹിക്കും.